നിങ്ങൾക്കറിയാം, പാതയിൽ മണ്ണിടിഞ്ഞ് പലയിടത്തും ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുകയും തകർന്നു പോവുകയും ഒക്കെ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാവക്കാട് ഭാഗത്തേക്ക് തൃശ്ശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്തുനിന്ന് ഇന്ന് സാമ്പിൾ ശേഖരിക്കും. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിൽ ആണോ നിറച്ചതെന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ ശേഖരം. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ താൽക്കാലികമായി പണി നിർത്തിവെച്ചു. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജിയും മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും ചേരുന്നു. ആദ്യം ഈ കേരള ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വമേധയാ കേസെടുത്ത വിവരം സമീർ ബിൻ കരീം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ. ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ. ഈ കൂരിയാട് അപകടം സംഭവിച്ച 2ാം ദിവസമാണ് ഹൈക്കോടതി സ്വമേധയാ റിപ്പോർട്ട് തേടിയത്. ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിയോട് തേടിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആദ്യം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നീട് പഠിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളതായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. ആ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു റിപ്പോർട്ടായിരിക്കും ഇന്ന് ദേശീയപാത അതോറിറ്റി സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂരിയാടാണ്. ഇവിടെ ഈ ശക്തമായ മഴ ഇന്നലെ രാത്രി ഉണ്ടായതുകൊണ്ട് തന്നെ നേരിയ തോതിൽ കൂടുതൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരും പ്രദേശവാസികളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഈ നേരത്തെ തന്നെ ഇവിടുത്തെ നാട്ടുകാരാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അപാകതയും അശാസ്ത്രീയതയും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്കും കടക്കാതിരുന്നതിൻ്റെ ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ നിലവിൽ നടപടിയെടുത്തതിൻ്റെ ഒരു സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം പ്രദേശവാസികൾ ഇവിടെ നിൽക്കുന്നുണ്ട്, പൊതുപ്രവർത്തകർക്ക് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ വിട്ടുകഴിഞ്ഞാൽ അവർ മറ്റുള്ള നേരത്തെ ചെയ്ത പോലെ തന്നെ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് ഒക്കെ തന്നെയാണ് ഒരു ആശങ്കയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടുത്തെ പൊതുപ്രവർത്തകൻ അലി അക്ബർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളിപ്പോൾ പാലം ഇതിന് പകരം ഒരു പാലം വേണമെന്നുള്ള നിലപാടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? ആദ്യമായി എസ് കെ അടക്കമുള്ള നിങ്ങളടക്കമുള്ള ടീമിന് നന്ദി പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് ഫസ്റ്റ് ഡേ മുതൽ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നതിൽ ന്യൂസ് 24 പിന്നെ മറ്റുള്ള മീഡിയാസൊക്കെ കാണിച്ച ഒരു ജാഗ്രത ഉണ്ട്. ആ ജാഗ്രതൻ്റെ പുറത്താണ് ദ്രുതഗതിയിൽ നടപടിയിലേക്ക് പോയിട്ടുള്ളതെന്നുള്ള ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ. ഇനി കാര്യത്തിലേക്ക് വരാം. ആശാവഹമായ വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സന്തോഷത്തിലേക്ക് വൈമാറിയിട്ടില്ല. സന്തോഷത്തിലേക്ക് വൈമാറണമെങ്കിൽ ഇത് ഗവൺമെൻറ് ഇവിടെ എലവേറ്റഡ് ഹൈവേ എന്ന് വെച്ചാൽ വയഡക്റ്റോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറോ നിർമ്മിക്കുമെന്നൊരു ഉത്തരവായി ഇറങ്ങുന്നത് വരെ നിങ്ങളും ഇവിടെ ഉണ്ടാവണം, ഞങ്ങളും ഇവിടുന്ന് വിട്ടുമാറാതെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സംവിധാനം എത്രമാത്രം ചെതലരിച്ചതാണ് എന്നുകൂടെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു കുറ്റകരമായ അനാസ്ഥ എന്ന് പറയുന്നത്. PWD ആണല്ലോ ഇതിനൊക്കെ മോണിറ്റർ ചെയ്യുന്നു. കേരളത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് NHA എന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള വർക്കുകളൊക്കെ നടത്തുന്ന ഒരു സംവിധാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. ബോംബെയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാന്ദ്ര വർലി സീലിംഗ് റോഡ് പോലും ഉണ്ടാക്കുന്ന വലിയ സംവിധാനമാണ്, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് NHA. അതിൻ്റെ ഒന്നും സാങ്കേതികതയെ നമ്മൾ ചോദ്യം ചെയ്യാൻ ആളുകളല്ല. പക്ഷേ ഇവിടെ കൂരിയാട് പോലുള്ള ഈ പൂർണ്ണമായി കൃഷിയോഗ്യമായ വയലിലൂടെ ഇത്ര ഗോപുരം കണക്ക് ഈജിപ്തിലെ പിരമിഡ് കണക്ക് ഉയർന്നു പൊങ്ങിയ ഈ വലിയൊരു നിർമ്മിതി നടത്തുമ്പോൾ സാങ്കേതികമായി ഞങ്ങൾ ചോദിക്കട്ടില്ല, കോമൺ സെൻസ് വഴി നമ്മൾ പ്രാഥമികമായ ബുദ്ധി വെച്ചൊരു സംഗതി ചോദിക്കട്ടെ, ഇതിൻ്റെ പ്രതലം ശക്തിപ്പെടുത്താതെ നമ്മൾ സ്വകാര്യ വ്യക്തികൾ ഇതുപോലുള്ളൊരു നിർമ്മാണം നടത്തുമോ? അപ്പോൾ അതിനകത്ത് ഇതൊക്കെ അഷ്യൂർ ചെയ്തുകൊണ്ട് സർട്ടിഫൈ ചെയ്ത് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, NHAയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റ് ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. റീൽസ് ഇടൽ മാത്രമല്ലല്ലോ, കൊട്ടിഘോഷിച്ച 4ാം വാർഷികത്തിലേക്ക് കടന്നപ്പോൾ പ്രിയങ്കരനായ കേരളത്തിൻ്റെ PWD മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ റീൽസ് ഇടാനുണ്ടായിരുന്നു, ചാമ്പ്യന്മാരാകാറുണ്ടായിരുന്നു, പിതൃത്വം ഏറ്റെടുക്കാനുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് തൊട്ടടുത്ത പ്രദേശത്ത് 4ാം വാർഷികം നടന്നപ്പോൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല? ഇനി ആ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ പറഞ്ഞു ഹൈക്കോടതി, ബഹുമാനായ ഹൈക്കോടതി സ്വന്തമായി അത് കേസെടുത്ത് NHAയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഡൽഹിയിൽ നിന്ന് ഡേ 1 മുതൽ നമുക്ക് ശുഭകരമായ വാർത്തകൾ വരുന്നു. അതിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കൃത്യമായി ഇടപെടുന്നു. സ്ഥലത്തെ MP-യും MLA കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് നമുക്കൊക്കെ ഏത് രൂപത്തിലേക്ക് ഇതിൽ സജീവമാക്കി നിർത്തണം എന്നുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരുന്നു. ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങളുണ്ടാവണം.
തീർച്ചയായും. ഓക്കെ, തീർച്ചയായും നമ്മളും ഇവിടെ തന്നെ കാണും, ഇതെല്ലാം തന്നെ കൃത്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് നമ്മൾ പ്രദേശവാസികൾക്ക് നൽകുകയാണ്. ഏതായാലും ഇത് ഈ ഹൈക്കോടതിയുടെ നൽകുന്ന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ നടപടിയെയും വലിയ ആശ്വാസകരമായിട്ടാണ് ഈ പ്രദേശവാസികളും പൊതുപ്രവർത്തകരൊക്കെ തന്നെ കാണുന്നത്. എസ് കെ.